വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമം നടത്തുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തോട് ക്രൂരത കാണിക്കുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങേയറ്റം പരിഹാസ്യമാണ്, അങ്ങേയറ്റം അപമാനകരമാണ്. കേരളത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ആ സർക്കാരിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുകയാണ്. ഒരു CPM-ൻ്റെ സെക്രട്ടറിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ മുഖ്യമന്ത്രി രാജ്യത്തിലെ നിയമങ്ങളെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും സാമാന്യമായി ബോധ്യമുള്ള ഒരാളായിരിക്കണം. അത് ബോധ്യമില്ലാത്തത് കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. ബോധ്യമില്ലാത്തത് കൊണ്ടാണെങ്കിൽ രാജ്യത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും പഠിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവർ ഉയർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ രാജ്യത്തിലെ സൈന്യത്തിന്റെ സേവനത്തിന്റെ ചെലവ് സംസ്ഥാന സർക്കാരിനോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് എന്തോ വലിയ മഹാപരാധമാണ് എന്ന് സർക്കാർ പറയുകയാണ്. നിർഭാഗ്യവശാൽ സർക്കാരിന്റെ ഈ വാദം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങളും അത്തരം നിലപാട് സ്വീകരിക്കുന്നത് നിർഭാഗ്യകരമാണ്. രാജ്യത്ത് സൈന്യത്തിന്റെ സേവനങ്ങൾക്ക് പണം കൊടുക്കണമെന്നുള്ളത് ആദ്യത്തെ സംഭവമല്ല. എല്ലാ സർക്കാരുകളും കൊടുക്കുന്നുണ്ട്. കാരണം സൈന്യത്തിന്റെ സേവനം എന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനമല്ല. സൈന്യത്തിന്റെ സേവനം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ സൈന്യം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചെലവ് അതാത് സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നുള്ളതാണ് രാജ്യത്തിലെ നിയമം. അത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാകുന്ന ഒരു കേന്ദ്ര നിയമമാണ്. വ്യോമസേനയും നാവികസേനയും കരസേനയും ഇത് സംബന്ധിച്ച് അവർക്ക് വരുന്ന ചെലവുകൾക്ക് കേന്ദ്ര സർക്കാരിനാണ് അവർ കത്തയക്കുക. കരസേന കേന്ദ്ര സർക്കാരിന് അയച്ചിട്ടുള്ള അവരുടെ ചെലവിന്റെ പട്ടികയാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുത്തത്. അതാണ് പ്രൊസീജിയർ. അത് കേരളമായാലും തമിഴ്നാടായാലും കർണാടകയായാലും ഉത്തർപ്രദേശ് ആയാലും മഹാരാഷ്ട്ര ആയാലും ഒരേ പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ അനുസരിച്ച് നിലവിലുള്ള നിയമമനുസരിച്ചാണ് ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ പണം സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിലല്ല കൊടുക്കേണ്ടത്. ഈ കേന്ദ്ര സേനകളുടെ രക്ഷാപ്രവർത്തനത്തിന് ചെലവായിട്ടുള്ള പണം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പണം നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് വിഹിതം എന്ന് പറയുന്നത് 80% ആ 80% സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള ദുരിതാശ്വാസ ഫണ്ടിന്റെ 80% കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ആ പണത്തിൽ നിന്നാണ് ഈ ചെലവുകൾ വഹിക്കേണ്ടത്. പക്ഷേ അതിന്റെ കസ്റ്റോഡിയൻ സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത് കൊടുക്കണം. ഇത് പുതിയ സംഭവമല്ല. കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ്. 2013-ലും 2012-ലും ഇതേ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ പണം കൊടുത്തിട്ടുണ്ടല്ലോ. അന്ന് ഈ വാദപ്രതിവാദങ്ങളും ഒന്നും ഉണ്ടായില്ലല്ലോ. നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ ഓഖി ദുരന്തമുണ്ടായപ്പോൾ ആ സന്ദർഭത്തിൽ കേന്ദ്ര സേനകളുടെ സഹായമുണ്ടായിരുന്നു. ആ പണം സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ടല്ലോ. അന്നും വിവാദം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴും മാത്രം എന്തിനാണ് വിവാദം? ഈ വിവാദം മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരും നിയമസഭയിലേറ്റ വലിയ തിരിച്ചടിയുടെ ജാള്യത മറക്കാൻ കേന്ദ്ര സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി പറയണം എന്ത് ക്രൂരതയാണ് മലയാളികളോട് കേന്ദ്ര സർക്കാർ കാണിച്ചത്. സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട പണം മുൻകൂറായി കൊടുത്തതാണോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത കുറ്റം? നിങ്ങൾ കഴിഞ്ഞ 13-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഒരു മാസം പോലും ആയിട്ടില്ല. അത് പരിശോധിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന മുഖ്യമന്ത്രി തിരുത്തണം. ഒന്നും ചെയ്യാത്ത ഗവൺമെന്റ് സംസ്ഥാന സർക്കാരാണ്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് 5 നയാ പൈസയുടെ സഹായം കൊടുക്കാത്ത സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അവരുടെ പരാജയത്തിൽ ഒളിച്ചോടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഈ നിലപാട് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്.